വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ വീഡിയോയിൽ നോക്കുന്നത് വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട 4ാം ക്ലാസ്സിൻ്റെ ലിസാനിൽ നിന്നുള്ള മോഡൽ ചോദ്യങ്ങളാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നാൽ എങ്ങനെയാണ് എഴുതി കൊടുക്കേണ്ടത്, പെട്ടെന്ന് എങ്ങനെ മനസ്സിലാക്കുക, എഴുതുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ നമുക്ക് നോക്കാം. ഇവിടെ ആദ്യ പ്രവർത്തനം ഇതാണ്: തളഉ അദാത്തൽ ഇസ്തിഫ്ഹാമിൽ മുനാസബത ഫി മക്കാനിൽ ഖാലി. ഒഴിഞ്ഞ സ്ഥലത്തിൽ യോജിച്ച ചോദ്യചിഹ്നങ്ങൾ വെക്കാനാണ്. മുകളിൽ ബ്രാക്കറ്റിൽ കുറച്ച് ചോദ്യചിഹ്നങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് താഴത്ത് കാണുന്ന ഏത് ഭാഗത്താണ് ചേർക്കേണ്ടത്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം അധിക പരീക്ഷകളിലും ഈ പ്രവർത്തനം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തത് ഡാഷ് യഈഷു സമക്കു. ഇവിടെ ചോദ്യം മനസ്സിലാകണം ആദ്യം. യഈഷു എന്നാൽ ജീവിക്കുന്നു എന്നർത്ഥം, സമക്കു പറഞ്ഞാൽ മത്സ്യം. അപ്പോൾ മത്സ്യം എവിടെയാണ് ജീവിക്കുന്നത് എന്നാണ് ചോദ്യം വരേണ്ടത്. അതിന് എവിടെ എന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ചോദ്യചിഹ്നം ഏതാണ്? ബ്രാക്കറ്റിൽ കാണാം, ഐന. ഐന യഈഷു സമക്കു. മത്സ്യം ജീവിക്കുന്നത് എവിടെയാണ്? 2, ചിലപ്പോൾ ഇതെന്ത് ചെയ്യുമെന്ന് അറിയോ? ഐന യഈഷു സമക്കു എന്ന് ചോദ്യം തന്നിട്ട് ഉത്തരം എഴുതാൻ വേണ്ടി വരും, ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എഴുതാൻ. അപ്പോൾ നിങ്ങൾ യഈഷു സമക്കു ഫിൽമായി, മത്സ്യം വെള്ളത്തിലാണ് ജീവിക്കുന്നത്. 2, ഡാഷ് റക്അത്തുൻ ലിൽളുഹരി. ളുഹറിന് റക്അത്ത് ഡാഷ്. അവിടെ യോജിച്ചത് എന്താണ്? നിസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്, അതുകൊണ്ട് റക്അത്താണ് കുറിച്ച് ചോദിക്കുന്നത്. അപ്പോൾ എത്ര റക്അത്തുണ്ട്, ളുഹറിന് എത്ര റക്അത്തുണ്ട് എന്നാണ് ചോദ്യം വരേണ്ടത്. അപ്പോൾ എത്ര എന്നതിന് അറബിയിൽ പറയുക ഖം എന്നാണ്. ഖം റക്അത്തുൻ ലിൽളുഹരി. ളുഹറിന് എത്ര റക്അത്തുണ്ട്? അപ്പോൾ അതിന് മറുപടി ആയിട്ട് എന്ത് പറയാം? ചോദ്യം തന്നാൽ ഇങ്ങനെ ചോദ്യം തന്നു, ഖം റക്അത്തുൻ ലിൽളുഹരി, ഇങ്ങനെയൊക്കെ ചോദ്യം വരും. അപ്പോൾ മറുപടി ആയിട്ട് എഴുതുമ്പോൾ ലിൽളുഹരി അർബഅ റക്അത്തിൻ എന്ന് എഴുതാം. ഇനി 3, ഡാഷ് തഖൂലു ഫിർ റുകൂഇ. റുകൂഇൽ പറയുന്നു എന്ത്? അതിന് യോജിച്ച എന്താണ്? മാതാ എന്നുള്ള ചിഹ്നമാണ്. മാതാ തഖൂലു ഫിർ റുകൂഇ. റുകൂഇൽ എന്താണ് പറയുന്നത്? അപ്പോൾ ഇത് ചോദ്യമായിട്ട് വന്നാൽ, മാതാ തഖൂലു ഫിർ റുകൂഇ എന്ന് ചോദ്യം വന്നാൽ അതിൻ്റെ ഉത്തരം എഴുതണം എന്ന് പരീക്ഷയിൽ പറഞ്ഞു. എന്താ നിങ്ങളെന്ത് ചെയ്യും? അപ്പോൾ എന്ത് ചെയ്യണം? എഴുതണം അഖൂലു ഫിർ റുകൂഇ സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി. അതാണ് എഴുതി കൊടുക്കേണ്ടത്. റുക്കൂയിൽ ഞാൻ പറയുന്നത് സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി എന്നാണ്. 4, ഡാഷ് ഹാലു വാലിദിക്ക. ഇവിടെ എങ്ങനെ എഴുതുക? ഇവിടെ കൈഫ എന്നതാണ്. കാരണം നമ്മൾ കൈഫൽ ഹാൽ എന്നുള്ള പാഠം പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഹാലിൻ്റെ മുമ്പ് കൈഫയാണ് വരേണ്ടത്. കൈഫ ഹാലു വാലിദിക്ക, നിൻ്റെ ബാപ്പാൻ്റെ വിശേഷം എന്തൊക്കെ? 5, ഡാഷ് തഅറുബു അശംസു. ഡാഷ് തഅറുബു ശംസു. സൂര്യൻ അസ്തമിക്കുന്നത് ഡാഷ്. എവിടെയാണ്? അനുയോജിച്ച ചിഹ്നം എവിടെയാണ്? മുകളിലുണ്ട്, മത. മത തഅറുബു ശംസു. സൂര്യൻ അസ്തമിക്കുന്നത് എപ്പോഴാണ്? ഇനി അതേപോലെ രണ്ടാമത്തെ ഒരു പ്രവർത്തനം കൂടെ ഉണ്ട്. നൂസിലുമായി യുനാസിബു. യോജിച്ചത് ബ്രാക്കറ്റിൽ നിന്ന് താഴത്തേക്ക് എഴുതിയെടുക്കാം. 1, ലഗിബൽ വലതു. കുട്ടി കളിച്ചു. ഡാഷ് അൽ ഖുറത്തി. അവിടെ യോജിച്ചത് ബിൽ ഖുറത്തി. ബ ആണ് എഴുതി കൊടുക്കേണ്ടത്, ബി എന്നത് അക്ഷരം.
ബിൽ ഖുറത്തി പന്ത് കൊണ്ട്, ബിസ്സിക്കീനി കത്തി കൊണ്ട്, കൊണ്ട് എന്നുള്ള അർത്ഥത്തിനാണ് ബി ഉപയോഗിക്കുക. പക്ഷെ അത് ഒറ്റക്ക് അർത്ഥം കിട്ടൂല, എന്തെങ്കിലും വാക്കിൻ്റെ കൂടെ വരുമ്പോഴാണ് ബിക്ക് അർത്ഥം ഉണ്ടാവുകയുള്ളൂ. ബിൽ ഖുറത്തി പന്ത് കൊണ്ട്. 2 നബത്തൽ ഉഷ്ബു ഡാഷ് അൽ അറദി. ഇവിടെ നബത്തൽ ഉഷ്ബു പുല്ല് മുളച്ചു, ഡാഷ് അൽ അറദി ഭൂമിയിൽ. അപ്പോൾ അവിടെ ചോദിച്ചത് നബത്തൽ ഉഷ്ബു ഫിൽ അർളി ഭൂമിയിൽ പുല്ല് മുളച്ചു. 3 ഹറബത്ത് തിഫുലു കുട്ടി പേടിച്ചോടി, ഡാഷ് അൽ കൽബി നായ, ഡാഷ്. അവിടെ കൊടുക്കേണ്ട ഏതാണ്? അനിൽ കൽബി എന്നാണ്. നായയെ തൊട്ട് കുട്ടി പേടിച്ചോടി. ഇനി 4 യൻളുറുല്ലാഹു ഡാഷ് കുലൂബിന. അവിടെ ചോദിച്ചത് യൻളുറുല്ലാഹു ഇല കുലൂബിന, അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളിലേക്കാണ് നോക്കുന്നത്. 5 നസ്റുൻ ഡാഷ് അല്ലാഹി വഫത്തുഹുൻ ഖരീബ്. അവിടെ ചോദിച്ചത് നസ്റുൻ മിനല്ലാഹി വഫത്തുഹുൻ ഖരീബ്. ഇനി അടുത്ത പ്രവർത്തനം നക്തുബുൽ അജ്വിബത, ജവാബ് മറുപടി എഴുതാനാണ്. ഇതാണ് പരീക്ഷയിൽ വരുന്ന പ്രവർത്തനം. 1 കം സൂറത്തൻ ഫിൽ ഖുർആനി, ഖുർആനിൽ എത്ര സൂറത്തുണ്ട്, അതിന് മറുപടി എഴുതി കൊടുക്കണം. മറുപടി എങ്ങനെ എഴുതാം? ഫിൽ ഖുർആനി 114 സൂറത്തൻ. ഖുർആനിൽ 114 സൂറത്തുകളുണ്ട്. 2 മാതാ തഫ്അലു, നീ എന്താണ് ചെയ്യുന്നത്? എന്ത് പറയണം? ഞാൻ കോളേജിൽ പഠിക്കുന്നു. അതിന് ഞാൻ പഠിക്കുന്നു എന്നതിന് അത്തഅല്ലമു ഫിൽ കുല്ലിയത്തി, ഞാൻ കോളേജിൽ പഠിക്കുന്നു. കുല്ലിയത്ത് പറഞ്ഞാൽ കോളേജാണ്. ചില അർത്ഥമൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. 3 അയിന കിതാബുക, നിൻ്റെ പുസ്തകം എവിടെ? അപ്പോൾ എൻ്റെ പുസ്തകം എൻ്റെ ബാഗിലാണെന്ന് എങ്ങനെ പറയും? കിതാബി ഫിൽ ഹഖീബത്തി, എൻ്റെ പുസ്തകം എൻ്റെ ബാഗിലാണ്. ഇനി അടുത്ത പ്രവർത്തനം നുൻഷിഉ അൽ അസ്ഇലത്ത, ഇനി ചോദ്യം തയ്യാറാക്കണം. നമ്മൾ നേരത്തെ ചോദ്യം തന്നിട്ട് അതിൻ്റെ ഉത്തരം എഴുതാനായിരുന്നു. ഇനി ഉത്തരം തരും, ചോദ്യം ഉണ്ടാക്കുക. ഉത്തരം ഇതാണ്: ഫി സൊഫി സലാസൂന ത്വാലിബൻ, എൻ്റെ ക്ലാസ്സിൽ 30 വിദ്യാർത്ഥികളുണ്ട്. അപ്പം നിൻ്റെ ക്ലാസ്സിൽ എത്ര വിദ്യാർത്ഥികളുണ്ട് എന്നാണ് ചോദ്യം വരേണ്ടത്. അതെങ്ങനെ ചോദിക്കുക? കം ത്വാലിബൻ ഫി സൊഫിക്ക, നിൻ്റെ ക്ലാസ്സിൽ എത്ര വിദ്യാർത്ഥികളുണ്ട്? അതിൻ്റെ മറുപടിയാണ് ഫി സൊഫി സലാസൂന ത്വാലിബൻ, എൻ്റെ ക്ലാസ്സിൽ 30 വിദ്യാർത്ഥികളുണ്ട്. ഇനി 2 ചോദ്യം തന്നിട്ടില്ല, പക്ഷെ ഉത്തരം കൊടുത്തിട്ടുണ്ട്. നിൻ്റെ വീട് എവിടെയാണ് എന്നാണ് ചോദ്യം വരേണ്ടത്. ഐന ബൈത്തുക, നിൻ്റെ വീട് എവിടെ? അപ്പോൾ ബൈത്തി ഫിൽ ഖറിയത്തി, എൻ്റെ ഗ്രാമം, എൻ്റെ വീട് ഗ്രാമത്തിലാണ്. 3 ചോദ്യം തന്നിട്ടില്ല, പക്ഷെ ഉത്തരമുണ്ട്. ഫി യദി കിതാബി, എൻ്റെ കയ്യിൽ എൻ്റെ പുസ്തകമാണ്. അപ്പോൾ നിൻ്റെ കയ്യിൽ എന്താണ്? മാതാ ഫി യദിക, നിൻ്റെ കയ്യിൽ എന്താണ്? ഉത്തരം ഫി യദി കിതാബി, എൻ്റെ കയ്യിൽ എൻ്റെ പുസ്തകമാണ്. ഇനി അടുത്ത പ്രവർത്തനം നുഅരിബ്, അറബിയാക്കാനാണ്. നബിയിൽ കുളിക്കുന്നു. എങ്ങനെ പറയും? യഗ്സിലു നബീലു, നബിയിൽ കുളിക്കുന്നു. 2 പിതാവ് ദിനപത്രം വായിക്കുന്നു. ഇങ്ങനെ പറയും: യഖ്റഉൽ വാലിദു അൽ ജരീദത്തൽ യൗം.
അടുത്ത പ്രവർത്തനം തർജിം ചെയ്യാനാണ്. ഒന്ന്, അയ്യാദത്തുൽ മരീളി മിൻ സുന്നത്തി നബീന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇയാദത്തുൽ മരി രോഗസന്ദർശനം നബിചര്യയിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയിൽപ്പെട്ടതാണ്. 2, അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. വിജ്ഞാനം ഇസ്ലാമിൻ്റെ ജീവനാണ്. അടുത്ത പ്രവർത്തനം ഇതാണ്, വേർതിരിക്കാൻ. നുമയ്യിസു ബ്രാക്കറ്റിൽ നിന്ന് ഫിഅല് ഫാഇല് മഫ്ഊല് വേർതിരിക്കുക. 1, യൻസുറുൽ വലതു അൽ അജൂസ. ഇതിൽ ഫിഅല് ഏതാണ്, ഫാഇൽ ഏതാണ്, മഫ്ഊൽ ഏതാണ്? യൻസുറു എന്നുള്ളതാണ് ഫിഅല്, അൽ വലതു എന്നുള്ളതാണ് ഫാഇൽ, അൽ അജൂസ എന്നുള്ളതാണ് മഫ്ഊൽ. ഇനി തഷ്റബു ജലീലത്തു അൽ ഹലീബ. ഇതിൽ ഫിഅല് തഷ്റബു എന്നാണ്. ജലീലത്തുൻ എന്നുള്ളത് ഫായിലാണ്, പ്രവർത്തകൻ. ഇനി അൽ ഹലീബ എന്നുള്ളത് മഫ്ഊലും. സിമ്പിൾ പ്രവർത്തനമാണ്. ഇനി നുക്കമ്മിൽ പൂർത്തിയാക്കാൻ ഹുവ, ഹുമാ പിന്നെ തന്നിട്ടില്ല, പിന്നെ ഹുമാ എന്ന് തന്നിട്ടുണ്ട്. ഹുവ ഹുമാഹും, ഹിയ ഹുമാ ഹുന്ന. അപ്പോൾ ഇതൊക്കെയാണ് ലിസാനിലെ പ്രവർത്തനങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.